ഹലോ ഗൈസ്, അപ്പോൾ ഇൻട്രോ ഞാൻ ഇപ്പോഴാണ് കൊടുക്കുന്നത്. കാരണം അന്ന് ഞാൻ കൊടുക്കാൻ മറന്ന് വീഡിയോ എഡിറ്റ് ചെയ്യാൻ നേരത്താണ് ഇൻട്രോ കൊടുത്തില്ലല്ലോ എന്ന് ഞാൻ ഒളിച്ച്. അപ്പോൾ ഞാൻ ഇപ്പോഴാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്, കുറച്ച് സമയം എടുത്ത് വെച്ചിട്ട്. അപ്പോൾ എന്താ വിശേഷം പറഞ്ഞാൽ ഫാമിലിത്തെ കുറച്ച് വിശേഷങ്ങൾ. ഞങ്ങളെ വീട്ടിൽ ബീഫ് ഉണ്ടാക്കില്ല. അപ്പോൾ ഞാനും ഏട്ടനൊക്കെ അമ്മ വീട്ടിലായിരുന്നു. ഏട്ടൻ വന്നു. അപ്പോൾ ഏട്ടൻ ബീഫൊക്കെ വാങ്ങി തന്നെ. അപ്പോൾ ബീഫ് എനിക്ക് കാരണം ബീഫ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അന്നത്തെ കുറച്ച് സകലകല പരിപാടികൾ അപ്പോൾ കണ്ടാലോ. പിന്നെ എൻ്റെ 1K 2K 3K കയറുന്നുണ്ട് വ്യൂവേഴ്സ്. ബട്ട് ആരും സബ്സ്ക്രൈബ് ചെയ്യണില്ല, ലൈക്ക് ചെയ്യണില്ല, ഒന്നും ചെയ്യണില്ല. കാണുന്നുണ്ട്, ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബും ലൈക്കും നിങ്ങൾക്ക് വീണ്ടും വീണ്ടും എൻ്റെ വീഡിയോസ് കാണാമല്ലോ. അതോടെ പറയണത്. പിന്നെ കണ്ടാലോ അന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ പോവാം. രാവിലെ തന്നെ സകലകലാ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്നും പല്ലിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലും ബീഫും വാങ്ങി വന്ന്, പിന്നെ അമ്മ ഉള്ളിയൊക്കെ തോലൊക്കെ പൊളിച്ച് കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും പാടെ ആ ചെറിയൊരു അടുക്കളയിലായിരുന്നു. എല്ലാവരും അവിടെ ഇരുന്ന് വർത്താനം പറയും. പിന്നെ ഏട്ടൻ വീഡിയോ എടുക്കുക, പിന്നെ അവിടുത്തെ വിശേഷങ്ങൾ കേൾക്കാം. ബീഫില് രസം ഉണ്ടാവില്ല, ബീഫില് രസം ഉണ്ടാവില്ല. ഞങ്ങള് ചട്ടി എണ്ണ ചട്ടി ഞങ്ങള് സ്പെഷ്യൽ സാധനം ഉണ്ടാക്കുന്നുണ്ട്. സ്പെഷ്യൽ ടേസ്റ്റ് ഇല്ലാത്ത ബീഫ് എങ്ങനെ ഉണ്ടാക്കാം? അതിന്റെ ടേസ്റ്റ് ഇല്ലാത്ത ബീഫ് ഉണ്ടാക്കുന്ന ആള് നോട്ടെ. ചിരിക്കും, പല്ലില്ല ചിരിക്കാൻ. ചിരിക്കും നോട്ടെ. ഇതെന്തിനാ ഉണ്ടാക്കണേ? ഇതാണ് ഞങ്ങളെ മസാല, ബീഫിന്റെ മസാല. അങ്ങനൊക്കെ പറയൂ, പക്ഷെ രാവിലത്തെ ചട്ടിനീന്റെ കുളിക്കാത്ത 4 ദിവസം കുളിച്ചിട്ടില്ല. കണ്ടാ പറയോ? കണ്ടാ പറയോ? 4 ദിവസം കുളിച്ചിട്ടില്ല. സ്വയം പറയുക. വേദുവിന്റെ പണിയുണ്ടോ? ഇവിടെ ഞങ്ങള് പണിയെടുക്കുമ്പോ ഇവിടെ പ്രണയിക്കുക നാണല്ലാതെ. വൈഫ് കെട്ടിയോ കുട്ടി, അടുത്ത കുട്ടി, 2 കുട്ടി ഉണ്ടല്ലോ. ഇനി ഒന്നും കൂടി ഉണ്ട്, കുഞ്ഞാവുണ്ട്. പക്ഷെ ഞങ്ങള് അല്ലാതെ ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് മേഡം കൂടുതലായിട്ട് ഞാൻ പുരുഷനല്ലേ ചോദിച്ചേ, എന്നെ കിടക്കാവോ ചോദിച്ചേ. കാണിക്കില്ലടാ. എന്തായാലും ഇതിന്റെ പേരിൽ പിന്നീട് അത് വഴക്കാവുന്ന അതുപോലെ ഞങ്ങൾ അടുത്ത കുട്ടീന്റെ കണ്ണ്, മൂക്ക്, ചെവിന്റെ ഉള്ളില് ഓട്ട. നീ പല്ല് കാണിക്കടി. നീ കുറ്റം പറയാ, കുറ്റം പറയൂ. കുറച്ചായിട്ടാ എന്താ കഴിക്കണേനൊന്ന് വിളിക്കും. ഞങ്ങള് കുക്കിംഗ് വീഡിയോ ഇതെന്തിനാണോ? കഞ്ഞി വെക്കാൻ. ഇതാണ് മോനെ ഞങ്ങളെ സ്പെഷ്യൽ രസമില്ലാത്ത ബീഫ്. രസമില്ലാത്ത ബീഫ് ഇങ്ങനെ പൊക്കി നോക്കാൻ പാടില്ല. ചെറിയ കൊതി കൊണ്ട് പൊക്കി നോക്കണം. ദിസ് ഈസ് ബീഫ്, രസമില്ലാത്ത ബീഫ്. അങ്ങനെ ഏട്ടന് ഇൻട്രോ കൊടുക്കലും ഏട്ടൻ്റെ വ്ളോഗ് പരിപാടി കഴിഞ്ഞ് അങ്ങനെ എൻ്റെ കൈക്ക് തരുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വേദുവിനിങ്ങനെ കളിപ്പിച്ചു. ഞാനിങ്ങനെ പിന്നെ ഓളിതേപോലെ ഞാൻ അവളോട് ഫോൺ എടുത്തേക്കാൻ പറഞ്ഞു. ഇത്രയും നേരം ഫോൺ കളിച്ചില്ലേ, അത് മതി എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ ഓളെ കയ്യിൽ ക്യാമറ കൊടുത്ത്. എന്നിട്ട് ഓളോളോ അങ്കലവാടിയത്തെ കുറച്ച് വാട്ട് അബൌട്ട് യു
ഐ ആം ഫൈൻ, താങ്ക് യു. അങ്ങനെ കേട്ടോളൂ പറയണേ. താങ്ക് യു മുട്ടപ്പോട്ട് ചെക്കനെ നോക്കിയാ മതി. ഐ ഹാവ് ഫൈ താങ്ക് യു വട്ടപ്പൊട്ടി പഠിപ്പിച്ചു സ്കൂൾ. ഐ ഹാവ് ഫൈ താങ്ക് യു വട്ടപ്പൊട്ടി. My name is Veda Bibi. My mother, father name is അഞ്ചമ്മ. my ഗായ്സ്, എൻ്റെ മിസ്റ്റേക്കാണ്. ഇവിടെ അങ്കലവാടിയിലാണ് ഞാൻ റെക്കോർഡ് ചെയ്തപ്പോൾ പെട്ടെന്ന് പറഞ്ഞപ്പോൾ സോറി, അങ്കലവാടിയിലല്ല, LKG. ഞാൻ പറയണതൊക്കെ ഇന്ന് ഫുള്ള് തർക്കുത്തറായി പറയുക, അങ്ങനെ നേരെ തിരിച്ച് പറയുന്നുണ്ടെന്ന് മൊത്തം. അതിൻ്റെ ഇടയിൽ സൗണ്ട് കേൾക്കുന്നുണ്ട്, കാരണം അങ്കൂർ നല്ല പണി കൊടുത്തിട്ടുണ്ട് ചെക്കൻ. മൂത്രമൊഴിച്ചു, അതിന് ചൂടായി. ചെക്കന് രാവിലത്തെ കടി കൊടുക്കണതിൻ്റെ ഇടയിൽ അങ്കുവിൻ്റെ വയറിൽ നല്ലൊരു മുള്ളൽ കൊടുത്തിട്ടുണ്ട്. കാരണം അത്രയും വലിയ ഗ്രൗണ്ട് ആകുമ്പോൾ ആരായാലും ഒന്ന് മൂത്രമൊഴിച്ച് പോകും. ഈ ചിക്കൻ തിളയ്ക്കുന്നൊരു തളപ്പൊക്കെ, ഈ ചിക്കനല്ല ബീഫ്, കണ്ട വീണ്ടും പറയണത്. പിന്നെ ആക്കണ ക്യാമറേൻ്റെ അടുത്ത് തന്നെയാണ് എൻ്റെ കുട്ടി. ഓളെ കുളിയൊക്കെ കഴിഞ്ഞിരുന്നു, അതിൻ്റെ ഇടയിൽ എൻ്റെ കുളിയും കഴിഞ്ഞു, ഓളെ കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിരുന്നു. പിന്നെ ഞാൻ ക്യാമറ തുറന്ന് കഴിഞ്ഞാൽ ഓള് വരും എൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കാൻ, ഇന്നടിക്ക് പറഞ്ഞിട്ട്. പിന്നെ ചിക്കനൊക്കെ വെന്തിട്ട് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ചിക്കനൊക്കെ നല്ല വെന്ത് ഉണ്ടോ. ഈ വെള്ളം ചിക്കനല്ല ബീഫ്, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, നല്ല വറ്റിച്ചെടുത്തിട്ടുണ്ട്, മസാലയൊക്കെ പിടിച്ച് നല്ല കുരുമുളകും മുളകും ഇട്ടതൊക്കെ. ഇപ്പം തന്നെ ഞാൻ വായിൽ വെള്ളം ഊറുകയാണ്. കുറച്ച് വെള്ളം നമുക്ക് ഇറക്കാം. സത്യമായിട്ടും ഞാൻ നോണ അറിയുന്നില്ല കേട്ടോ. ഈ അമ്മമ്മേൻ്റെ ബീഫ് കറിയാണ് അത്രത്തോളം ടേസ്റ്റാണ്. അമ്മമ്മ ചിക്കൻ ബീഫ് കഴിക്കത്തില്ല. അമ്മമ്മയും ആൻറ്റിയും ബീഫ് കഴിക്കത്തേ ഇല്ല, ടേസ്റ്റും കൂടിയും ചെയ്യത്തില്ല. എന്നിട്ടും ഈ ഉപ്പ് മസാലകളൊക്കെ ഒരുപോലെ വരിക എന്ന് ആലോചിച്ച് നോക്കി. നല്ല ടേസ്റ്റിൽ എന്ത് ടേസ്റ്റാ അറിയോ, അത്രത്തോളം ടേസ്റ്റാണ്. ഞാൻ അങ്ങനെ അമ്മമ്മേനെ പുകത്തുന്നുണ്ടായിരുന്നു. അമ്മമ്മ തിരിഞ്ഞ് നിൽക്കുകയാണ്, കുട്ടീനെ കളിപ്പിക്കുകയാണ്. എനിക്ക് അത്രത്തോളം ഇഷ്ടമായിട്ടോ ബീഫ്. ഞങ്ങൾക്ക് ഒന്നാമത് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ചും വീട്ടിൽ ഞാൻ പറഞ്ഞില്ലേ വീട്ടിലുണ്ടാക്കാൻ പറ്റത്തില്ല എന്ന്. അപ്പോൾ അമ്മമ്മ വീട്ടിൽ വരുമ്പോഴേ ഞങ്ങൾ ബീഫ് കഴിക്കത്തുള്ളൂ. അമ്മമ്മ നല്ല രസമുണ്ട്. ഞാനാണെങ്കിൽ ചട്ടിയിൽ നിന്ന് ഇങ്ങനെ എടുത്ത് തിന്നാണ്, ഒന്ന് കഴിയുമ്പോൾ ഒന്ന് ഞങ്ങൾ മതിയല്ലേ. എന്നിട്ട് ഞാനൊരു പാത്രത്തിൽ ഞാൻ ക്യാമറക്കാട് കൊണ്ടുവച്ചിട്ട് ഒരു പാത്രത്തിൽ എടുത്തിട്ട് ബീഫ് ഒറ്റയ്ക്ക് കഴിച്ചു കേട്ടോ. ബീഫ് ഇങ്ങനെ കഴിച്ച് പിന്നെ അമ്മമ്മ അയ്യോ വെള്ളം ഊറുകയാണ് ഗായ്സിൻ്റെ വായിൽ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ. പിന്നെ അമ്മമ്മ എന്താ പറയുക റൂമിലേക്ക് പോയിരുന്നു ഓരെ വിളിക്കാൻ വേണ്ടിയിട്ട്. ബീഫായിട്ടുണ്ട്, ചോറ് കഴിച്ചോളൂ വേണ്ടത് പറഞ്ഞിട്ട് ചോറും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാക്കണേ ഈ പെണ്ണ് കണ്ടില്ലേ എൻ്റെ അടുത്തുനിന്ന് മാറുകയില്ല. കാരണം അവൾക്ക് വീഡിയോ എടുക്കണം. ഇവളെ കാട്ടിക്കൂടിലൊക്കെ കണ്ടിട്ട് ഭാവിയിൽ ഇവളും ഒരു വ്ളോഗർ ആവാൻ നല്ല ചാൻസ് ഉണ്ട്. ഞങ്ങളപ്പോൾ തൊട്ടപ്പുറത്ത് ഓളും വരുന്നുണ്ടാവും, മേ ബി വരുന്നുണ്ടാവും. അത്രത്തോളം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന കാണുമ്പോൾ തന്നെ ഓൾ എടുക്കലുണ്ട് കേട്ടോ ഒറ്റയ്ക്ക്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഭരതനാട്യത്തിലെ കുറച്ച് മുദ്രകൾ പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു. അടുത്ത പതാക കർത്തരിമുഖ കുട്ടികളും കൂടി വലുതാവണം. അവൾ നന്നായി പറയുന്നുണ്ട്, ബട്ട് അവളെ കൈ വഴങ്ങുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ ചോറൊക്കെ കഴിച്ച്. അപ്പം അത്രേ ഉള്ളൂ ഗായ്സ്. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ ബൈ ബൈ, സീ യു.